നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. വയനാട്ടിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തി. പനമരം കൈതക്കലിലെ ജനവാസ മേഖലയിലാണ് ആനകൾ എത്തിയത്. കൈതക്കൽ കാപ്പി ഡിപ്പോയുടെ സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ഏറെ നേരം തമ്പടിച്ചു. പാലക്കാട് അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. കീരിപ്പതിയിലേക്കുള്ള റോഡിലാണ് ഗതാഗതം തടസ്സപ്പെടുത്തി കാട്ടുപോത്ത് നിലയുറപ്പിച്ചത്. പരിക്കേറ്റ് ചോരയൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു കാട്ടുപോത്ത്. നാട്ടുകാർ തുടർച്ചയായി ബഹളം വെച്ചതോടെ റോഡിൽ നിന്നും പിന്മാറി. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടത്ത് തെരുവുനായ ആക്രമണം. പെരുവള്ളൂരിലെ കാക്കത്തടത്ത് കാൽനട യാത്രക്കാരിയായ പെൺകുട്ടിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പിന്നിൽ നിന്നും വന്ന് കൂട്ടത്തിൽ നടന്നു പോകുന്ന പെൺകുട്ടിയെ നായ കടിക്കുന്നത് CCTV ദൃശ്യത്തിൽ വ്യക്തമാണ്. മലപ്പുറം ആദവനാടിൽ 2 വയസ്സുകാരന് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായകൾ. വീടിന്റെ വരാന്തയിൽ നിന്ന് കുട്ടിക്ക് നേരെയാണ് നായകൾ പാഞ്ഞെടുത്തത്. ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നത് കുട്ടിക്ക് തുണയായി. നിരന്തരം കുറുക്കന്റെ ശല്യം ഉണ്ടാകുന്നതോടെ ഭീതിയിലാണ് കോഴിക്കോട് വടകര കോട്ടപ്പള്ളിയിൽ ഉള്ളവർ. 2 ആഴ്ച മുമ്പ് 2 പേർക്ക് കടിയേറ്റിരുന്നു. ഇവർ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം 8 പേർക്ക് കൂടി കടിയേറ്റു. കുറ്റിക്കാടുകൾ നിറഞ്ഞ കോട്ടപ്പള്ളി പൈങ്ങോട്ടായി ഭാഗത്താണ് നിരന്തരം കുറുക്കന്റെ ശല്യമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം 8 പേരെ കുറുക്കൻ കടിച്ചു. 2 ആഴ്ച മുമ്പ് ഇവിടെ 2 പേരെയും 7 പശുക്കളെയും കടിച്ചിരുന്നു. ഇതിനിടെയാണ് വീണ്ടും കുറുക്കന്റെ ആക്രമണം ഉണ്ടാകുന്നത്. വല്ലാത്തൊരു ഭീകരമാണ്. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ ഇവിടെ എങ്ങനെ ഉണ്ടായിട്ടില്ല. മുമ്പ് പലപ്പോഴൊക്കെ കേൾക്കുന്നല്ലാതെ ഈ കുറുക്കന്റെ ഭാഗത്തു നിന്നുള്ളതും അല്ലെങ്കിൽ നായന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അറ്റാക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല പൊതുവെ. പിന്നെ കുറുക്കന്റെ പ്രശ്നങ്ങൾ മുമ്പൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അന്ന് വളരെ മുമ്പ് അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ. ഈ അടുത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം കുറച്ച് കൂടുതലാണ്. കുറുക്കൻ്റെ നായൻ്റെ ഒക്കെ ശല്യങ്ങൾ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ. അതേസമയം കുറുക്കന് പേവിഷബാധയുണ്ടോ എന്ന് പരിശോധിക്കാൻ കണ്ണൂരിലെ റീജിയണൽ ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പരിശോധനാ ഫലം ഉടൻ ലഭിക്കുമെന്ന് തിരുവള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് FM മുനീർ പറഞ്ഞു. അതിഭീകരമായ സാഹചര്യമാണ് നാട്ടിലുള്ളത്. വീട്ടിൽ കയറിയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുന്നത് പോലും. വീടിന്റെ സുരക്ഷിതത്വം പോലും കുട്ടികൾക്കോ മുതിർന്നവർക്കോ ലഭിക്കാത്ത വിധം ഇത്തരത്തിലുള്ള ജീവികളുടെ ആക്രമണം വലിയ തോതിലുള്ള സാമൂഹ്യ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. പരിക്കേറ്റ 4 വയസ്സുകാരിക്കും ബന്ധുവിനും സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നൽകി. മറ്റുള്ളവർക്ക് ചികിത്സ തുടരുകയാണ്. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സലാമിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട്. കൂടുതൽ മൃഗങ്ങൾക്ക് കടിയേറ്റിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 വടകര. കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പന്നികളെ പിടികൂടാനായി കാടിളക്കി നായാട്ട് സംഘടിപ്പിച്ചു. എംപാനൽ ഷൂട്ടർമാരുടെയും കർഷകരുടെയും നായാട്ടിന് ഉപയോഗിക്കുന്ന നായകളെയും ഉപയോഗിച്ചാണ് നായാട്ട് സംഘടിപ്പിച്ചത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കൂടുതൽ പേർക്കും കൃഷിയാണ് ഉപജീവനം. കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഗതികെട്ട് കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറി തുടങ്ങി. ഇതോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ നശിപ്പിക്കാനായി കാടിളക്കി നായാട്ട് സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടം മൈസൂർ മലയിൽ നടന്നു. കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 13 എംപാനൽ ഷൂട്ടർമാരെയും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പ്രവർത്തകരെയും അതുപോലെ തന്നെ കർഷകരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഇന്ന് കാരശ്ശേരി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇന്ന് നായാട്ട് നടക്കുന്നുണ്ട്.
13 എംപാനൽ ഷൂട്ടർമാരും ഇവരുടെ സഹായികളും കർഷകരും നായാട്ടിന് ഉപയോഗിക്കുന്ന 2 നായ്ക്കളുമുള്ള സംഘമാണ് ഉണ്ടാകുക. കാട്ടുപന്നി ഇറങ്ങി വരാൻ സാധ്യതയുള്ള വിവിധ സ്ഥലങ്ങളിൽ എംപാനൽ ഷൂട്ടർമാരെ നിർത്തിയിരുന്നു. ബാക്കിയുള്ള നായാട്ടുകാർ നായകളെയും കൊണ്ട് കാട് കയറി നായാട്ട് നടത്തും. നമ്മളിപ്പം കാടിന്റെ അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ 4 ഭാഗത്തും പിന്നെ തോക്കുകാരൊക്കെ നിർത്തിയിട്ട് പിന്നെ കാട്ടിൽ കയറുക, നായ്ക്കളെയൊക്കെ വിടുക, എന്നിട്ട് കാടളക്കുക. അപ്പം പിന്നെ നായ്ക്കള് പന്നിയുള്ളടത്തേക്ക് ചെന്ന് പിന്നെ നായ്ക്കളും പന്നിയായിട്ട് കണ്ടുമുട്ടി നായ്ക്കൾ കുരയ്ക്കും. അങ്ങനെ കാട്ടിൽ നിന്ന് ചാടിക്കും. അതിന്റെ പുറകിൽ ഞങ്ങൾ ഒച്ചട്ടുങ്ങായിട്ട് ഞങ്ങളും പിന്നെ ഈ കാട്ടുകൂടെ പുറത്ത് ചാടിക്കും. അങ്ങനെയാണ് ഉണ്ടായത്. അതിൽ ഏതെങ്കിലും തോക്കാരേരിയത്തേക്ക് കടവിൽ ചാടിയാൽ ആടുന്ന് വെടിവെക്കും. വരും ദിവസങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ പഞ്ചായത്തിലെ മറ്റു ഭാഗങ്ങളിലും കാടിളക്കി നായാട്ട് സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കാരശ്ശേരി. അട്ടപ്പാടിയിൽ വീണ്ടും ഒറ്റയാനിറങ്ങി. അഗളി സാമ്പാർക്കോട് ഊരിൽ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് വീടുകൾക്ക് സമീപം ഒറ്റയാൻ നിലയുറപ്പിച്ചത്. ഊരിൽ ഉള്ളവർ ബഹളം കൂട്ടിയതോടെ ആന സമീപത്തെ ശിരുവാണിപ്പുഴയിലേക്ക് ഇറങ്ങി. പുഴയിൽ ഏറെ നേരം നിലയുറപ്പിച്ച ആനയെ പടക്കം പൊട്ടിച്ചാണ് കാട് കയറ്റിയത്. വീട്ടുമതിൽ പുതുക്കിപ്പണിയുന്നതിനിടെ കിട്ടിയ മുട്ടകൾ വിരിയിച്ചപ്പോൾ പുറത്തു വന്നത് പാമ്പിൻ കുഞ്ഞുങ്ങൾ. മലപ്പുറം കൊടുമുടി സ്വദേശി ദേവദാസിനാണ് ഈ അനുഭവം. പാമ്പിൻ കുഞ്ഞുങ്ങളെ വനംവകുപ്പിന് കൈമാറി. മതിലിനോട് ചേർന്നുള്ള മരം വെട്ടിയപ്പോഴാണ് മതിലിന് ചെറിയ വിള്ളലുണ്ടായത്. തുടർന്ന് തകർന്ന മതിൽ പുനർനിർമ്മിക്കുന്നതിനിടെയാണ് ദേവദാസിന് മുട്ടകൾ ലഭിച്ചത്. മുട്ടകൾ പാമ്പിൻ കുഞ്ഞുങ്ങളുടേതാണെന്ന് തിരിച്ചറിഞ്ഞ ഇദ്ദേഹം അധികൃതരെ വിവരമറിയിച്ചു. പിന്നീട് മുട്ടകൾ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വിരിയിക്കാൻ വെച്ചു. 5-ാം ദിവസം മുട്ടകൾ വിരിഞ്ഞു പുറത്തേക്ക് വന്നു ശംഖുവരയൻ കുഞ്ഞുങ്ങൾ. പക്ഷികളെയും മത്സ്യങ്ങളെയും വളർത്തുന്ന ദേവദാസിന് ഇത് പുതിയ അനുഭവമായിരുന്നു. തുടർന്ന് പാമ്പിൻ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കാട്ടിലേക്ക് പറഞ്ഞുവിട്ടു. ന്യൂസ് 18 തിരൂർ. കൊട്ടാരക്കര വാളകം പഴിഞ്ഞം കൊടുവണ്ണൂർ കോളനിയിൽ സംഘർഷം. കല്ലും വടിയും ഉപയോഗിച്ച് സ്ത്രീകൾ അടക്കമുള്ളവർ ഏറ്റുമുട്ടി. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി. തുടർന്ന് പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും ജീപ്പിന് കല്ലെറിയുകയും ചെയ്തു. ബലപ്രയോഗത്തിൽ അക്രമം നടത്തിയവരെ ജീപ്പിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ജീപ്പിന്റെ 4 ടയറിലും കരിങ്കല്ല് വെച്ച് ജീപ്പ് തടയുകയും ചെയ്തു. സംഭവത്തിൽ അജിൻ, രാജു, മനോജ്, പ്രവീൺ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. പോലീസിനെ കയ്യേറ്റം ചെയ്തതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് ലഭിക്കേണ്ട മൺസൂൺ മഴയുടെ അളവിൽ വലിയ കുറവ്. ജലസേചന വകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും കീഴിലുള്ള അണക്കെട്ടുകളിൽ ജലവിധാനം വൻതോതിൽ താഴ്ന്നു. ഇടുക്കി അണക്കെട്ടിൽ 14.29% മാത്രമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൺസൂൺ വരുമെന്ന് കരുതി 1 മാസം പിന്നിട്ടിട്ടും മഴ ശക്തമാകാത്തത് വിവിധ മേഖലകളിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ പ്രധാന ഡാമുകളിൽ സംഭരണശേഷിയിൽ വളരെ കുറവ് മഴയാണ് ലഭിച്ചത്. കുറ്റ്യാടി ഡാമിൽ ജലസംഭരണശേഷിയുടെ 60% മാത്രമാണ് വെള്ളമുള്ളത്. ഇടുക്കി മലങ്കര ഡാമിൽ സംഭരണശേഷിയുടെ 78% മാത്രമാണ് ഇപ്പോഴുള്ള ജലവിധാനം. വയനാട് കാരാപ്പുഴ ഡാമിൽ സംഭരണശേഷിയിൽ 45%, ഇടുക്കിയിലെ ഡാമിന്റെ സംഭരണശേഷിയുടെ 14.29%, ബാണാസുര സാഗറിൽ 8.45% വെള്ളമാണുള്ളത്. വയനാട്ടിലെ പ്രധാന അണക്കെട്ടുകളായ കാരാപ്പുഴ, ബാണാസുര ഡാമുകളിൽ ജലനിരപ്പ് വലിയ തോതിൽ കുറഞ്ഞു. റിസർവെയറുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ കാർഷിക മേഖലയ്ക്കൊപ്പം കുടിവെള്ള പദ്ധതികളെയും വെള്ളത്തിന്റെ കുറവ് ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. തരിയോട് പഞ്ചായത്ത് അടക്കമുള്ള ഏകദേശം 5ഓളം പഞ്ചായത്തുകളിലേക്കുള്ള ഒരു കുടിവെള്ള പദ്ധതിയുടെ എന്താ പറയുക, അതിൻ്റെ ഒരു പമ്പ് ഹൗസാണ് നമ്മൾ പുറകിൽ കാണുന്നത്. അപ്പോൾ ഈ പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം കമ്പനിക്കെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പമ്പ് ചെയ്ത് അവിടുന്ന് ഏകദേശം 5 പഞ്ചായത്തുകളിൽ വിതരണം നടത്തുന്നതാണ്. അപ്പോൾ അവിടേക്കുള്ള പമ്പ് ഹൗസിലേക്കുള്ള പമ്പിംഗ് ഒക്കെ ഇവിടെ നടക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ള വിതരണത്തെ ബാധിക്കും, കാർഷിക മേഖലയെ ബാധിക്കും. കാര്യമായ വേനൽ മഴ ലഭിക്കാത്തതുമൂലം നെൽകൃഷി ഉൾപ്പെടെ താളം തെറ്റി. ഞാറു നടേണ്ട സമയമായിട്ടും മഴ ലഭിക്കാത്തതിൽ കർഷകർ ആശങ്കയിലാണ്. ഇപ്പോൾ ഒന്നാമത് ഈ സമയത്ത് ഇറക്കിയില്ലെങ്കിൽ ഇനി ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ നെല്ല് കൊയ്യലൊക്കെ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് വൈകും തോറും ഇതിന് കാലാവസ്ഥനെ ബാധിക്കും. അതുപോലെ തന്നെ കീടങ്ങൾ കൂടുതലായിട്ട് പെരുകും. അത് കൃഷിനെ നശിപ്പിച്ച് കളയാണ് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ. തിരിമുറിയാതെ മഴ പെയ്യേണ്ട ഒരു വയനാടൻ കാലത്താണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. മഴയുടെ കുറവ് എത്രത്തോളം കൂടുതലാണെന്ന് ആഴത്തിൽ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. മിഥുനം അവസാനിക്കാറായിട്ടും മഴയുടെ കുറവ് വലിയ ആശങ്കയാണ് വയനാടൻ കർഷകർക്കും ഈ ജനങ്ങൾക്കും ഉണ്ടാക്കുന്നത്. വയനാട് ബാണാസുരയിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് 18. തിരുവനന്തപുരത്ത് നവവധു ഭർതൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്തു. പ്രഭാകരൻ ശൈലജ ദമ്പതികളുടെ മകൾ സോനയെയാണ് വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം പന്നിയോട് തണ്ണിച്ചാൻകുഴി സ്വദേശി വിപിൻ്റെ ഭാര്യയാണ്. 15 ദിവസം മുമ്പാണ് സോനയുടെ വിവാഹം കഴിഞ്ഞത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്. RD ഇൻക്വസ്റ്റ് നടത്തുന്നതിനോടൊപ്പം എന്തെങ്കിലും നഷ്ടപ്രയോഗ്യത ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള അന്വേഷണങ്ങളും നമ്മളത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. രാത്രി 9 മണിയോടുകൂടി പയ്യൻ ഉറങ്ങാൻ കിടന്നുവെന്നും 12 മണിയോടുകൂടി ഞാൻ ഉണർന്നപ്പം നമ്മൾ തൂങ്ങി നിൽക്കുന്ന കണ്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണ ഘട്ടത്തിലാണത്. തൃശൂർ ആമ്പല്ലൂരിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി. കല്ലൂർ പാടംവഴി സ്വദേശി കൂന്തലി ബാബുവിനെ ആണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബവഴക്കാണ് ആക്രമണത്തിന് കാരണം എന്നാണ് വിവരം. ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് സംഭവം. ബാബുവിന്റെ ആക്രമണത്തിൽ ഭാര്യ ഗ്രേസിക്ക് ഗുരുതര പരിക്കേറ്റു. കഴുത്തിനും കൈക്കും ഉൾപ്പെടെ ഗുരുതര മുറിവുകളേറ്റ ഗ്രേസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബവഴക്കാണ് അക്രമത്തിന് കാരണമെന്നാണ് വിവരം. വെട്ടേറ്റ ഗ്രേസി സമീപത്തെ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോഴാണ് സംഭവം അയൽവാസികൾ പോലും അറിയുന്നത്. 2 ദിവസം മുൻപും സമാന രീതിയിൽ ആക്രമിക്കാൻ ബാബു ശ്രമിച്ചതായി ഗ്രേസി അയൽവാസികളോട് പറഞ്ഞു. 2 ദിവസം മുന്നും ആ ചേച്ചിനെ വെട്ടാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിനെ സംശയരോഗമാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ ആ ചേട്ടൻ തൂങ്ങി മരിച്ചിട്ടുണ്ട് എന്നും ആ ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടാണ് ആംബുലൻസിൽ വെച്ച് പറഞ്ഞത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 തൃശൂർ. കണ്ണൂരിൽ 6 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേരെ തീവെച്ച് യുവാവ് ആത്മഹത്യ ചെയ്തു. കണ്ണൂർ പാട്യം പത്തായിക്കുന്നിൽ ആണ് സംഭവം. തയ്യിൽ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. അനുജൻ രജീഷ്, ഭാര്യ സുബിന, മകൻ 6 വയസ്സുകാരൻ ദക്ഷൻ തേജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുടുംബകലഹമാണ് ക്രൂരതയ്ക്ക് കാരണം. തിരുവനന്തപുരത്ത് ഭാര്യാമാതാവിനെ തലയ്ക്കടിച്ചു കൊന്നു. നെയ്യാറ്റിൻകര കുളത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. കടകുളം സ്വദേശി തങ്കം ആണ് കൊല്ലപ്പെട്ടത്. മരുമകൻ റോബർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബവഴക്കാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. മലപ്പുറം ചങ്ങരംകുളത്ത് കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. നന്നമുക്ക് സ്വദേശി കുറ്റിയിൽ മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഇറച്ചി കച്ചവടക്കാരനായ റാഫി സ്കൂട്ടർ നിർത്തി ഇറങ്ങിയ സമയത്ത് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ വീണ്ടും വാഹനാപകടം. 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഗുജറാത്തിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോയ പാഴ്സൽ ലോറി നിയന്ത്രണം വിട്ട് 2 വാഹനങ്ങളെ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു. ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ 1:30 അപകടം നടന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയെ ഇടിച്ച ശേഷം പിറകിൽ വന്ന ഇന്നോവ കാറിൽ ഇടിച്ച് ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും ഗുരുതരമായി പരിക്കില്ല. പത്തനംതിട്ട മയിലാടുംപാറയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. കാറിൽ സഞ്ചരിച്ച 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽ KSRTC ബസ്സിലുണ്ടായിരുന്ന 9 യാത്രക്കാർക്ക് പരിക്കേറ്റു. അമ്പലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് KSRTC ബസ്സിൽ ഇടിച്ചത്. ഇടുക്കി പനംകുട്ടിക്ക് സമീപം ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട് തകർന്നു. പനംകുട്ടി ചെരുവിൽ വിശ്വംഭരൻ്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. കല്ലാർകുട്ടിയിൽ നിന്നും വന്ന KSEBയുടെ വാഹനം ആണ് മറിഞ്ഞത്. കൊടും വളവിൽ എതിരെ എത്തിയ വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. ഡ്രൈവർക്കും സഹായിക്കും നേരിയ തോതിൽ പരിക്കേറ്റു. ഈ സമയം വീട്ടുകാർ സ്ഥലത്ത് ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ ഡോക്ടർമാരുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു.
രോഗങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ ക്ലിനിക്കുകൾ സജീവമാക്കാൻ തീരുമാനിച്ചുവെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് പ്രശ്നത്തിന് കാരണമാകുന്നു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ ഡോക്ടർമാരെ സജ്ജരാക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഡോക്ടർമാരുടെ സ്ഥലമാറ്റവും പകരം ഡോക്ടർമാർ ചുമതലയെടുക്കാൻ വൈകുന്നതുമാണ് ഗ്രാമീണ മേഖലയിലെ രോഗികളെ വലയ്ക്കുന്നത്. ഞാൻ പനിയായിട്ട് വന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഡോക്ടറേ ഉള്ളൂ. അത് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് നിൽക്കണം. അയാൾ ഇങ്ങനെയുള്ള കുടുക്കിലുള്ള വീട്ടിലെല്ലാവർക്കും പനിയാണ്. ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്. 1-2 ഡോക്ടർമാരോട് ഡ്യൂട്ടിയിലുണ്ടാകാറുള്ളൂ. പിന്നെ ആളുകൾ വന്ന് മെനക്കെട്ട് ഇങ്ങനെ നിൽക്കാന്നല്ല, ഒരുപാട് നേരം നിന്നാലും കാണിക്കാൻ പറ്റുള്ളൂ. 2 ഡോക്ടർമാരാണ് നിലവിലുള്ളത്. 10 ഡോക്ടറിനോട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേക പനി ക്ലിനിക്കുകൾ ഉൾപ്പെടെ സജ്ജമാക്കി കഴിഞ്ഞെങ്കിലും PHSകളിലും CHSകളിലും നിലവിൽ ഈവനിംഗ് OPകൾ ഒഴിവാക്കിയാണ് ഡോക്ടർമാർ രോഗികളെ കാണുന്നത്. ഇതോടെ പരിശോധന ഉൾപ്പെടെ താളം തെറ്റുകയാണ്. നിലവിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഈ അസമയത്ത്, അതായത് ഏറ്റവും കൂടുതൽ പനിയുടെ ഒരു പീക്ക് ടൈമിലാണ് ഈ ഡോക്ടർമാരുടെ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഡോക്ടർമാരൊക്കെ റിലീവ് ചെയ്ത് പോവുകയും പുതിയ ഡോക്ടർമാർ ചാർജ് എടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ട്രാൻസ്ഫർ വന്നതാണ് ഇതിലെ സാങ്കേതികത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങൾ. ഇതൊക്കെ ഗ്രാമീണ മേഖലയാണ്. ഈ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പനി കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സ്കൂൾ തുറന്ന സമയമാണ്, രോഗങ്ങൾ പടരുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ വെച്ചതുകൊണ്ട് തന്നെ നിരവധി രോഗികളാണ് ഇതുകൊണ്ട് വലയുന്നത്. എന്നാൽ കോടതി നിർദ്ദേശമനുസരിച്ചാണ് സ്ഥലം മാറ്റമെന്നും കഴിയുന്നത്ര വേഗത്തിൽ ചാർജ് എടുക്കാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 വയനാട്. ഇടുക്കി പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ മരങ്ങൾ പോലും മുറിക്കാൻ കഴിയാതെ ദുരിതത്തിലായി ഒരു കൂട്ടം കർഷകർ. മരം മുറിച്ചാൽ കേസെടുക്കുമെന്ന കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അധികൃതരുടെ നിലപാടാണ് തൊടുപുഴ, വണ്ണപ്പുറം, നെയ്യശ്ശേരി വില്ലേജുകളിലെ 280-ൽ കർഷകർക്ക് വിനയായത്. കുട്ടികളുടെ പഠനച്ചെലവ്, മക്കളുടെ വിവാഹം, ചികിത്സ എന്നീ ആവശ്യങ്ങൾക്കാണ് കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിച്ചുവിറ്റ് പണം കണ്ടെത്താൻ തീരുമാനിച്ചത്. എന്നാൽ മുറിച്ച മരങ്ങൾ വാങ്ങാൻ എത്തുന്നവരെ വിലക്കുന്നതിന് പുറമെ ഇത് കയറ്റാൻ എത്തുന്ന വാഹനങ്ങൾക്കെതിരെയും കേസെടുക്കും എന്നാണ് ഭീഷണി. 5 പതിറ്റാണ്ട് മുമ്പ് സർക്കാർ പട്ടയം നൽകിയ ഭൂമിയിലെ മരങ്ങളാണ് കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അധികൃതരുടെ പിടിവാശി മൂലം മുറിക്കാൻ കഴിയാത്തത്. 1960-ൽ സർക്കാർ റബ്ബർ പ്ലാന്റേഷൻ സ്കീം അനുസരിച്ച് 2000 പേർക്ക് 3.5 ഏക്കർ വീതം ഭൂമി റബ്ബർ കൃഷിക്കായി നൽകി. ഇതിന്റെ ഭാഗമായി കാളിയാർ മേഖലയിൽ 280 പേർക്ക് 3.5 ഏക്കർ ഭൂമിയും 3500 രൂപയും നൽകി. 52 വർഷം മുമ്പ് ഭൂമിക്ക് പട്ടയവും ലഭിച്ചു. എന്നാൽ ഈ മേഖലയിൽ റബ്ബർ ഒഴികെ ആഞ്ഞിലി, തേക്ക്, പ്ലാവ്, മാവ്, പാഴ്മരങ്ങൾ ഉൾപ്പെടെയുള്ളവ മുറിക്കാൻ വനം വകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്നാണ് പരാതി. ഇവിടെ ഞങ്ങളുടെ മരങ്ങൾ വെട്ടിക്കാതെ റബ്ബർ മരം ഒഴികെയുള്ള ഒരു മരവും വെട്ടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നില്ല. അനധികൃതമായ ഈ കൈകടത്തലിനെതിരെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. റീസർവേ നടപടികൾ പൂർത്തിയാക്കിയ ഭൂമിയിലാണ് കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അധികൃതരുടെ അസാധാരണ ഇടപെടൽ. ഭൂമിയിലുള്ള ഒട്ടേറെ മരങ്ങൾ കർഷകർ തന്നെ നട്ടുപിടിപ്പിച്ചവയാണ്. പഴക്കം ചെന്ന റബ്ബർ മരങ്ങൾ മുറിച്ചു നീക്കി റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ മറ്റു മരങ്ങൾ മുറിച്ചുമാറ്റി ഭൂമി കൃഷിക്കായി ഒരുക്കിയെടുക്കണം. എന്നാൽ വനം വകുപ്പിന്റെ ഇടപെടൽ മൂലം കർഷകർക്ക് റബ്ബർ റീപ്ലാന്റ് നടത്താനും കഴിയുന്നില്ല. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല. കടി പെര പണിയാനാന്ന് പറഞ്ഞപ്പോൾ കടി വെട്ടിയാ കൊണ്ടാകാൻ പറ്റിയില്ല, മാറ്റിയിട്ടിട്ട് പെര പണി കൊള്ളാൻ പറഞ്ഞെന്നാ പറഞ്ഞ. ലൈഫ് പദ്ധതി പ്രകാരം വീട് പണിയാരംഭിച്ച വിധവയുടെ പട്ടയഭൂമിയിലെ മുറിച്ചിട്ട മരം നീക്കാനും വനം വകുപ്പ് തടസ്സം നിൽക്കുകയാണ്. വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി അനുമതി വാങ്ങിയാണ് മരം മുറിച്ചത്. എന്നാൽ ഭൂമിയുടേത് LA പട്ടയമാണെന്നും തടിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്നും റേഞ്ച് ഓഫീസ് അധികൃതർ ശൈലിയെ അറിയിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ 1980 ഈ സ്ഥലം വാങ്ങിച്ചു. 62 പട്ടയപ്രകാരമുള്ള സ്ഥലമാണ് വാങ്ങിച്ചത്. അത് ഞാൻ ഈ മരം നടുന്നത് 87-ലാണ്. ഇപ്പോൾ 37 വർഷത്തോളം പഴക്കമുണ്ട്. ഞാൻ ഇത്രയും നാളും എൻ്റെ മരമാണ് ഇതെന്നുള്ള രീതിയിൽ ഞാനിത് സംരക്ഷിച്ചു പോകുന്നു. അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശത്തെ കർഷകർ. ഇതിനു മുന്നോടിയായി കാളിയാർ റബ്ബർ പ്ലാന്റേഷൻ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കർഷകരുടെ യോഗവും ചേർന്നു. മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നൽകിയ നിവേദനത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് കർഷക സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. ശരീരത്തിനുള്ളിലും അടിവസ്ത്രത്തിലും ഒളിപ്പിച്ചു കൊണ്ടുവന്ന 70 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. മലേഷ്യയിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷിബിലാണ് 4 ഗുളികകളുടെ രൂപത്തിലാക്കി 1026 ഗ്രാം
സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചത്. ഇത് കണ്ടെടുത്ത ശേഷം വീണ്ടും പരിശോധിച്ചപ്പോഴാണ് അടിവസ്ത്രത്തിൽ പ്രത്യേക അറയുണ്ടാക്കി അതിനകത്ത് 521 ഗ്രാം സ്വർണം കൂടി ഒളിപ്പിച്ചതായി കണ്ടെത്തിയത്. സ്വർണം പേസ്റ്റ് രൂപത്തിലാക്കി പൊതിഞ്ഞ് വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു. ഷിബിലിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. നല്ല റോഡില്ലാത്തത് മൂലം ദുരിതം അനുഭവിക്കുകയാണ് ഇടുക്കിയിലെ മരിയപുരം പഞ്ചായത്തിലെ പള്ളിക്കുന്ന് ഗ്രാമം. 180-ലധികം കുടുംബങ്ങൾ ആണ് ഇവിടെയുള്ളത്. കൊച്ചുകരിമ്പൻ CSI പള്ളിമുക്ക് മില്ലുംപടി 4 കിലോമീറ്റർ റോഡിൽ 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇനിയും പൂർത്തിയായിട്ടുള്ളത്. മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിന്റെ ഭാഗമാണ് കൊച്ചുകരിമ്പൻ CSI പള്ളിക്കുന്ന് ഗ്രാമം. 150-ലധികം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. കരിമ്പൻ മുരിക്കാശ്ശേരി പ്രധാന റോഡിൽ കൊച്ചുകരിമ്പൻ സ്കൂൾ പടിയിൽ നിന്ന് ആരംഭിക്കുന്ന 4 കിലോമീറ്റർ റോഡാണ് CSI പള്ളിക്കുന്ന് നിവാസികൾക്കുള്ള ഏക യാത്രാമാർഗം. ഇരുഭാഗത്തു നിന്നായി 2.5 കിലോമീറ്റർ ദൂരം റോഡ് പൂർത്തിയായെങ്കിലും മധ്യഭാഗത്തുള്ള 1.5 കിലോമീറ്റർ ഇനിയും നിർമ്മിക്കണം. ഈ 1.5 കിലോമീറ്റർ റോഡ് ഒരു കാരണവശാലും കാൽനടക്കാരന് പോലും നടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. 5 സെന്റും 10 സെന്റും 15 സെന്റും ഒക്കെ ഭൂമിയുള്ള ആളുകളുടെ ഭൂമികൾ എടുത്തിട്ട് 2015 8 മീറ്റർ എർത്ത് വർക്ക് ചെയ്തിട്ടിരിക്കുന്ന റോഡാണ്. ഈ റോഡ് എത്രയും വേഗം ടാർ ചെയ്തെന്ന് ഈ ആളുകളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ഒരിക്കൽ കൂടി സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 2015 MLA ഫണ്ട് ഉപയോഗിച്ച് റോഡിന്റെ മൺപ്രവർത്തികൾ പൂർത്തിയാക്കി. 10ഉം 20ഉം സെന്റ് ഭൂമിയുള്ളവർ പോലും റോഡിനായി സ്ഥലം വിട്ടുകൊടുത്ത് പ്രതീക്ഷയോടെ കാത്തിരുന്നു. പിന്നീടുണ്ടായ പ്രകൃതിക്ഷോഭവും മണ്ണൊലിപ്പുമെല്ലാം റോഡ് പൂർണ്ണമായും തകർത്തു. നാട്ടുകാർ നിരവധി തവണ ജനപ്രതിനിധികളെ സമീപിച്ചെങ്കിലും വാഗ്ദാനമല്ലാതെ റോഡ് നിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല. ഇവിടെ ഒന്ന് പൂർത്തീകരിക്കണമെന്ന് ഇവിടെ മാറി മാറി വരുന്ന ജനപ്രതിനിധികളോടും MLA-മാരോടും എല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുന്ന, പക്ഷെ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. പിള്ളേർക്കും പെണ്ണുങ്ങൾക്കും വാഹനങ്ങളൊന്നും പോകാത്ത രീതിയെല്ലാം കുഴിയും മുണ്ടുമായിട്ട് കിടക്കുകയാണ്. ഒരു രോഗി ഉണ്ടായാൽ രോഗി ഒന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഇവിടെ നിർവാഹമില്ലാതെ കൊണ്ട് ഇവിടെ പഞ്ചായത്തുകാർ ശ്രദ്ധിക്കുന്നില്ല. കാൽനടയാത്ര പോലും ദുരിതമായതോടെ ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ എത്താറില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. സമീപത്തെ വഴികളെല്ലാം നന്നാക്കിയിട്ടും ഈ പ്രദേശത്തേക്കുള്ള റോഡ് നന്നാക്കാത്തത് അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. റോഡ് പുനർനിർമ്മിച്ചില്ലെങ്കിൽ സമരം ചെയ്യാനാണ് തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.